നമസ്കാരം. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാമാവശേഷമായ മുണ്ടക്കൈയിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തുന്നു. ചൊവ്വാഴ്ച രക്ഷാപ്രവർത്തകർക്ക് സ്ഥലത്തേക്ക് എത്തുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. വടമുപയോഗിച്ച് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചിരുന്നുള്ളൂ. വീടിനുള്ളിൽ അകപ്പെട്ടവരെയും പരിക്കേറ്റവരെയും പുറത്തെത്തിക്കുന്നതിനായിരുന്നു ഇന്നലെ പ്രഥമ പരിഗണന. തകർന്ന് വീടിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടിരുന്നു എങ്കിലും പുറത്തേക്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. പല മൃതദേഹങ്ങളും രക്ഷാപ്രവർത്തകർക്ക് ഉപേക്ഷിച്ച് തിരികെ പോരേണ്ട അവസ്ഥയും വന്നു. ഈ പ്രദേശങ്ങളിലാണ് ബുധനാഴ്ച രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ്. പല മൃതദേഹങ്ങളും തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല. ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച ചൂരൽമലയിൽ നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ 500-ലധികം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യവും കേരള ഫയർഫോഴ്സും സംയുക്തമായാണ് പാലം നിർമ്മിച്ചത്.